ഡീപ് സീക്ക് AI ഇൻഡസ്ട്രിയുടെ ടോപ്പിൽ നിൽക്കുന്ന ഓപ്പൺ എയെയും ഗൂഗിളിനെയും എല്ലാം വിറപ്പിച്ച ഒരു ചൈന ബേസ്ഡ് AI കമ്പനി. എന്നാൽ എന്തുകൊണ്ടാണ് ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങൾ ഈ AI ടൂൾ ബാൻ ചെയ്തത്? സൈബർ സെക്യൂരിറ്റിക്കും നമ്മുടെ എല്ലാം ഡാറ്റ പ്രൈവസിക്കും ഒരു ഭീഷണിയാണോ ഡീപ് സീക്ക്? നമുക്ക് വിശദമായി തന്നെ നോക്കാം. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഡീപ് സീക്കിന്റെയും മറ്റ് ജനറേറ്റീവ് AI ടൂളുകളുടെയും കോർ ടെക്നോളജി എന്നറിയപ്പെടുന്ന ഡീപ് ലേണിംഗിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ChatGPTയും ഡീപ് സീക്കും അടക്കമുള്ള ടൂളുകൾ വർക്ക് ചെയ്യുന്നതെന്ന് വിശദീകരിക്കുന്ന ആദ്യ വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോ. ആദ്യ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഡീപ് സീക്കിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ മാത്രമാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പുകൾ കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോ വേണ്ട വിധത്തിൽ പ്ലേ ചെയ്ത് കാണാം. ഡീപ് ലേണിംഗ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗിന്റെ സബ്സെറ്റ് ആയിട്ട് വരുന്ന ഒരു ടെക്നോളജിയാണ്. മൾട്ടി ലെയർഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ടെക്നോളജിയെ ഒന്നാകെ ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ഹ്യൂമൻ ബ്രെയിനിന്റെ സ്ട്രക്ചറിനോടും ഫംഗ്ഷനോടും സാമ്യത പുലർത്തുന്ന ന്യൂറൽ നെറ്റ്വർക്സിലേക്ക് ഡീപ് ലേണിംഗ് കൂടി വരുമ്പോൾ ഏതാണ്ട് ഹ്യൂമൻ ബ്രെയിനിന് സമാനമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പവർ സിമുലേറ്റ് ചെയ്യാൻ ഈ ടെക്നോളജി കഴിയുന്നു. അതുകൊണ്ട് തന്നെ NLP അഥവാ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗിന് ആവശ്യമായിട്ടുള്ള ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയിൽ നിന്നും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേണുകൾ തിരിച്ചറിയുന്നതിനും പ്രഡിക്ഷൻ നടത്തുന്നതിനും ഈ ടെക്നോളജിക്ക് സാധിക്കുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഡീപ് ലേണിംഗ് എന്ന കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ChatGPTയോടും ഡീപ് സീക്കിനോടും എല്ലാം അടുത്ത് നിൽക്കുന്ന ജനറേറ്റീവ് AI അല്ലെങ്കിൽ Gen AI ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ സംസാരിച്ച ഡീപ് ലേണിംഗ് മോഡലുകളുടെ സഹായത്തോടെ കോംപ്ലക്സ് ലോങ് ഫോം ടെക്സ്റ്റുകളും ഹൈ ക്വാളിറ്റി ഇമേജുകളും റിയലിസ്റ്റിക് വീഡിയോകളും എല്ലാം യൂസർ പ്രോംപ്റ്റ് അഥവാ റിക്വസ്റ്റുകൾ അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതിനെയാണ് Gen AI അല്ലെങ്കിൽ ജനറേറ്റീവ് AI എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വളരെ കാലമായി ജനറേറ്റീവ് AI മോഡലുകൾ ന്യൂമറിക്കൽ ഡാറ്റ അനലൈസ് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ കാണുന്ന തരത്തിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ പ്രോസസ് ചെയ്യുന്നതിനും ജനറേറ്റ് ചെയ്യുന്നതിനും കഴിയുന്ന വിധത്തിൽ Gen AI ഇവോൾവ് ചെയ്യുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ്. പല പ്രധാനപ്പെട്ട ഡീപ് ലേണിംഗ് മോഡലുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഇന്ന് വൈഡ്ലി യൂസ് ചെയ്യുന്ന ChatGPTയും മറ്റും ഉൾപ്പെടുന്നത് ട്രാൻസ്ഫോർമർ മോഡലുകളിലാണ്. ഈ മോഡലുകളെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് സീക്വൻസ് ഡാറ്റ പ്രോസസ് ചെയ്യുന്നത് മുതൽ ഒറിജിനൽ സീക്വൻസ് കണ്ടന്റ് വരെ ജനറേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സെന്റൻസിലുള്ള വേർഡ്സ്, ഇമേജസിലുള്ള ഷേപ്സ്, അതുപോലെ വീഡിയോകളിലുള്ള ഫ്രെയിംസ്, അങ്ങനെ. ട്രാൻസ്ഫോമർ മോഡലാണ് നമ്മൾ ഇന്ന് വാർത്തകളിൽ കാണുന്ന ജനറേറ്റീവ് AI ടൂളുകളായ ChatGPTയുടെയും ഡീപ് സീക്കിന്റെയും ഒക്കെ കോർ ആയിട്ടുള്ള ടെക്നോളജി. സോ ആദ്യ വീഡിയോയിലും ഈ വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റുകൾ ചുരുക്കി പറയാം. അതിനൊരു ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ തന്നെ ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യുന്നതിനുള്ള റോബോട്ട് അല്ലെങ്കിൽ മെഷീൻ ആയിട്ട് കണക്കാക്കുക. അതാണ് AI എന്ന് പറയുന്നത്. ഇവിടെ ടാസ്ക് എന്നത് ഡ്രൈവിംഗ് പഠിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നമ്മൾ നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചായിരിക്കുമല്ലോ ഡ്രൈവിംഗ് പഠിക്കുന്നതും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും. സോ കാലം കഴിയും തോറും നമ്മുടെ ഡ്രൈവിംഗിലുള്ള സ്കില്ല് കൂടുകയും എക്സ്പീരിയൻസ് കൂടുന്നതോടെ ഡ്രൈവിംഗ് മെച്ചപ്പെട്ടതാവുകയും ചെയ്യുന്നു. സോ ഈ എക്സാമ്പിളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ബ്രെയിൻ ആണെങ്കിൽ മെഷീനുകളെയും റോബോട്ടുകളെയും ഈ കാര്യം പഠിപ്പിക്കുന്നത് മെഷീൻ ലേണിംഗ് അൽഗോരിതംസിലൂടെയാണ്. ഫൈനലി നമ്മുടെ ബ്രെയിനിലെ ന്യൂറോണുകൾ എങ്ങനെയാണ് ഈ ഡ്രൈവിംഗ് പഠിക്കുന്നതിനായിട്ടുള്ള ഇൻഫർമേഷൻ ഓവർ ദ ടൈം പ്രോസസ് ചെയ്യുന്നത് എന്നതാണ് ഡീപ് ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ജനറേറ്റീവ് AI ടൂളുകളായിട്ടുള്ള ChatGPTയും അതുപോലെ തന്നെ ഡീപ് സീക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അവയുടെ ബേസിക് കോൺസെപ്റ്റുകളും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡീപ് സീക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് പോവാം. ഡീപ് സീക്ക് AI ഇൻഡസ്ട്രിയെ തന്നെ വിറപ്പിക്കുന്നത് അവരുടെ ഏറ്റവും പുതിയ ഡീപ് സീക്ക് R1 മോഡൽ ഇറങ്ങുന്നതോടുകൂടിയാണ്. ഓപ്പൺ AI ഗൂഗിൾ മോഡലുകളോട് കോമ്പീറ്റ് ചെയ്യുന്ന R1 മോഡലിന്റെ വരവ് US എക്കണോമിയെ തന്നെ ക്രാഷ് ചെയ്യിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഇൻഡസ്ട്രിയിലെ ടോപ്പ് ടെക് കമ്പനീസ് AI ഡെവലപ്മെന്റിന് 100 മില്യൺ മുതൽ 1 ബില്യൺ വരെ ബഡ്ജറ്റ് പറയുമ്പോൾ 200 എംപ്ലോയീസിനെ മാത്രം വെച്ച് 2 മാസം കൊണ്ടാണ് ഈ ചൈന ബേസ് കമ്പനി 5.6 മില്യൺ ബഡ്ജറ്റിൽ തങ്ങളുടെ R1 മോഡൽ എത്തിക്കുന്നത്. R1 മോഡൽ അനൗൺസ് ചെയ്തതോടെ NVIDIAയുടെ മാർക്കറ്റ് ഷെയർ 17% കുറയുകയും ഏകദേശം $600 ബില്യൺ നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്തു. അറിയാത്തവർക്കായി ഇവിടെ NVIDIA എന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച GPUs അഥവാ ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റുകളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹാർഡ്വെയറുകളുടെയും നിർമ്മാതാക്കളായ അമേരിക്കൻ കമ്പനിയാണ്. മറ്റൊരു കാര്യം യുഎസും ചൈനയും തമ്മിൽ നടക്കുന്ന ശക്തമായ AI റേസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫേസ് കൂടിയാണിത്. അങ്ങനെ പറയാൻ കാരണം ചൈനയുടെ AI പ്രോഗ്രസ് ഡിഫെൻഡ് ചെയ്യുന്നതിനായിട്ട് US തങ്ങളുടെ കയ്യിലുള്ള അഡ്വാൻസ്ഡ് AI ചിപ്പുകൾ, അതായത് NVIDIA A100 പോലുള്ള ചിപ്പുകളുടെ എക്സ്പോർട്ടേഷൻ റെസ്ട്രിക്ട് ചെയ്തിരുന്നു. എന്നാൽ ഇത് മുന്നിൽ കണ്ടാവണം ചൈന 10,000-ലധികം വരുന്ന NVIDIA A100 ചിപ്പുകൾ എക്സ്പോർട്ടിംഗ് ബാൻ വരുന്നതിന് മുന്നേ തന്നെ വാങ്ങിവെച്ചത്. അമേരിക്കയുടെ എക്സ്പോർട്ടേഷൻ പോളിസീസിലുണ്ടായ മാറ്റങ്ങൾ ചൈനയുടെ AI ഡെവലപ്മെന്റിനെ ബാധിച്ചെങ്കിലും ലിമിറ്റഡ് ഹാർഡ്വെയർ വെച്ച് എങ്ങനെ എഫിഷ്യന്റ് ആയിട്ടുള്ള AI മോഡലുകൾ ഉണ്ടാക്കാമെന്ന് ഡീപ് സീക്കിന്റെ വരവോടെ ചൈന ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇവിടെയാണ് ഡീപ് സീക്ക് NVIDIAയ്ക്ക് ഒരു വെല്ലുവിളിയാകുമോ എന്ന ചോദ്യം പ്രസക്തമാവുന്നത്. മൈക്രോസോഫ്റ്റ് CEO സത്യനടല്ല ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: എത്രത്തോളം AI മോഡലുകൾ ചീപ്പർ ആകുന്നുവോ അത്രത്തോളം പുതിയ കമ്പനീസ് AI ഡെവലപ്മെന്റിലേക്ക് വരുമെന്നും ഇത് AI ചിപ്പുകളുടെ ഡിമാൻഡ് കൂട്ടുമെന്നുമാണ്. സോ സ്റ്റോക്ക് മാർക്കറ്റിൽ NVIDIA തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഡീപ് സീക്കുമായി ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റുകളിൽ മുന്നിൽ നിൽക്കുന്നത് ഈ AI ടൂളിന്റെ പ്രൈവസി കൺസേൺസ് തന്നെയാണ്. ഡീപ് സീക്കിന്റെ പ്രൈവസി പോളിസികളിൽ എല്ലാ യൂസർ ഡാറ്റയും സ്റ്റോർ ചെയ്യുന്നത് ചൈനയിലുള്ള സെർവറുകളിലായിരിക്കുമെന്നുണ്ട്. ഇത് ചൈനീസ് ഗവൺമെന്റിന് ആക്സസ് ചെയ്യാൻ കഴിയുന്നതുമാണ്.
ലഭ്യമാണ്. ഇത് മാത്രമല്ല, യൂസർ ലോഗിൻ ഡാറ്റ ചൈനയിലെ ഒരു ടെലികോം കമ്പനിയായ ചൈന മൊബൈലിലേക്ക് സെൻഡ് ചെയ്യുന്നതിനുള്ള കോഡും ഡീപ്സീക്കിന്റെ പ്ലാറ്റ്ഫോമിൽ റിസർച്ചേഴ്സ് കണ്ടെത്തുകയുണ്ടായി. തങ്ങളുടെ AI മോഡലുകൾ പെർമിഷൻ കൂടാതെ യൂസ് ചെയ്യുകയും അത് കോമ്പറ്റിംഗ് AI പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചെന്നുമുള്ള ആരോപണവുമായി OpenAI ഡീപ്സീക്കിനെതിരായി രംഗത്തുണ്ട്. ഇതുകൂടാതെ ചൈന ഗവൺമെന്റിനെ കുറിച്ചുള്ള പൊളിറ്റിക്കലി സെൻസിറ്റീവായ ടോപ്പിക്കുകൾ ഡീപ്സീക്ക് സെൻസർ ചെയ്യുന്നുണ്ടെന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇതുകൊണ്ടെല്ലാം തന്നെ നാഷണൽ സെക്യൂരിറ്റി കൺസേൺ മുന്നിൽ കണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് ChatGPTയും ഡീപ്സീക്കും അടക്കമുള്ള AI ടൂളുകൾ ഗവൺമെന്റ് എംപ്ലോയീസ് ഉപയോഗിക്കുന്നത് ബാൻ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഓസ്ട്രേലിയ, സൗത്ത് കൊറിയ, US, തായ്വാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളും ഇതിനോടകം തന്നെ ഡീപ്സീക്കിനെ ബാൻ ചെയ്തു കഴിഞ്ഞു. ഡീപ്സീക്കിനോട് മത്സരിക്കുന്നതിനായി OpenAI, മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള കമ്പനികളുമായി കൊളാബറേറ്റ് ചെയ്ത് തങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ChatGPTക്കായി ഒരു ഡീപ് റിസർച്ച് ടൂളും OpenAI അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയുമെല്ലാമാണ് ഡീപ്സീക്കും ChatGPTയുമായി റിലേറ്റ് ചെയ്ത അപ്ഡേറ്റുകൾ. ഡാറ്റ പ്രൈവസി കൺസേൺസ് മാറ്റി നിർത്തിയാൽ ഡീപ്സീക്ക് ലോകത്തിന് മുന്നിൽ തുറന്നിടുന്നത് ചെലവ് കുറഞ്ഞ എന്നാൽ എഫിഷ്യന്റ് ആയിട്ടുള്ള AI ടൂളുകളുടെ ഒരു വലിയ സാധ്യതയാണ്. ഇത്തരം AI ടൂളുകളുടെ ഡാറ്റ പ്രൈവസിയും സെക്യൂരിറ്റിയും ഉറപ്പുവരുത്തിയാൽ മാത്രമേ AI ഡെവലപ്മെന്റിന് ഒരു പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ. അത്തരം ഒരു AI കണക്റ്റഡ് ആയിട്ടുള്ള സ്മാർട്ട് വേൾഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.